ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചെറുപയർ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഈ ഒരു കറി മാത്രം മതി. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. നമ്മൾ കുക്കറിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ 1.5 കപ്പാട്ടോ ചെറുപയർ എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെച്ചാൽ മതി. നമ്മളിങ്ങനെ സോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യണത്. ഇനി നിങ്ങൾ സോക്ക് ചെയ്യില്ലെങ്കിൽ അപ്പോൾ തന്നെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള, ഒരു തക്കാളി, ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒന്ന് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാട്ടോ മിക്സാക്കി എടുക്കണത്. ഇനി ഇതൊരു 3-4 വിസിലാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താണെങ്കിൽ ഒരു 3 വിസിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാൻ. അപ്പോൾ ചെറുപയറൊക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സവാളയും കൂടി ചെറുതായി അരിഞ്ഞതാട്ടോ അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇതിലേക്ക് 1.5 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു സവാള ചേർത്തു. ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞതാണ്. ഇനി ആ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുപയർ വേവിച്ച് വെച്ചില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ കുക്കറിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുഴറ്റി പറന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു കറിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കണില്ല. ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ആണെങ്കിൽ നിങ്ങളുടെ കറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർക്കണം കേട്ടോ. ഇതും കൂടി ചേർക്കുമ്പോഴാട്ടോ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണത്. ഇപ്പോൾ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഞങ്ങൾ മസ്റ്റായിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പുട്ടിനും ഇടിയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഈ ഒരു കറി കോംബോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കറി വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവണമെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.